എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ്. 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഫ്ലവർ ടു ഫ്ലവർ, പൂവിൽ നിന്ന് പൂവിലേക്ക്. Flowers and butterflies are always a wonderful sight to us. പൂക്കളും പൂമ്പാറ്റകളും നമുക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചകളാണ്. ഹാവ് യു എവർ ഒബ്സർവ്ഡ് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ദാറ്റ് വിസിറ്റ് ദ ബട്ടർഫ്ലൈ പാർക്ക് ഇൻ ദ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിലുള്ള പാർക്കിലുള്ള വിവിധ തരത്തിലുള്ള പൂമ്പാറ്റകളെയും പൂക്കളെയും നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഡു ഓൾ ദ ബട്ടർഫ്ലൈസ് വിസിറ്റ് ഓൾ ദ ഫ്ലവേഴ്സ്? എല്ലാ പൂമ്പാറ്റകളും എല്ലാ പൂവിലും വന്നിരിക്കുന്നുണ്ടോ? We see varieties of flowers every day. നമ്മൾ പലതരത്തിലുള്ള പൂക്കൾ ദിവസവും കാണുന്നു. Are gardens the only place where we find flowers? പൂന്തോട്ടത്തിൽ മാത്രമാണോ ഫ്ലവേഴ്സിൽ ഉള്ളത്? അല്ല, പല സ്ഥലങ്ങളിലും ഉണ്ടല്ലേ. ഇനി മെൻഷൻ ദ നെയിംസ് ഓഫ് ഫ്ലവേഴ്സ് ദാറ്റ് യു നോ. നിങ്ങൾക്കറിയാവുന്ന പൂക്കളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ജാസ്മിൻ, മുല്ല, റോസ്, ഗോൾഡൻ ഷവർ, കണിക്കൊന്ന, നൈറ്റ് കിൻ, നിശാഗന്ധി. പിന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് നിങ്ങൾക്കറിയാവുന്നത്, അതൊക്കെ നിങ്ങൾ എഴുതുക. ഓക്കെ. ആർ ഓൾ ഫ്ലവേഴ്സ് അലൈക്ക്? എല്ലാ പൂക്കളും ഒരുപോലെയാണോ? ഇൻ വാട്ട് റെസ്പെക്ട്സ് ആർ ദേ ഡിഫറെൻറ്റ്? അവ ഏതെല്ലാം കാര്യങ്ങളിൽ വ്യത്യാസമാണ്? ഇതളുകളുടെ എണ്ണത്തിൽ, അതായത് നമ്പർ ഓഫ് പെറ്റൽസ്. പെറ്റൽസ് എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ ഇതളുകൾ. ഓക്കെ. കളർ, സൈസ്, ഷേപ്പ്, ഫ്രാഗ്രൻസ്, ഡേ ഓർ നൈറ്റ് ബ്ലൂമിങ്. അതായത് പൂക്കൾ തമ്മിൽ നിറം, വലിപ്പം, ആകൃതി, ഇതളുകളുടെ എണ്ണം എന്നിവയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. രാവിലെ പൂക്കുന്നതുണ്ട്, ചിലത് രാത്രി പൂക്കുന്നതുണ്ട്, അങ്ങനെ പലതരത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പക്ഷേ എല്ലാ പൂക്കൾക്കും ചില പൊതുവായ ഭാഗങ്ങളുമുണ്ട് അല്ലേ? ഓൾ ഫ്ലവേഴ്സ് ഹാവ് സം കോമൺ പാർട്സ്. Don't we use different kinds of flowers for decorations and celebrations? നമ്മൾ അലങ്കാരത്തിനും ആഘോഷത്തിനൊക്കെ പലതരം പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? What may be the use of flowers for plants? നമുക്ക് പല ഉപകാരങ്ങളും പൂക്കൾ കൊണ്ടുണ്ട്. പക്ഷേ ചെടികൾക്ക് എന്താണ് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനം? അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Flowers are the reproductive part of the plant. ചെടിയിലെ പോലെയുള്ള ചെടികൾ ഇനിയും ഉണ്ടാവണമെങ്കിൽ ആര് വേണം? പൂക്കൾ വേണം. അതാണ് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനം. ഇനി നമുക്ക് അടുത്ത വരി വായിക്കാം. എ സ്പെക്ടാക്കിൾ ഓഫ് ഫ്ലവേഴ്സ്. ലെറ്റ് us go to the garden and observe each flower carefully. നമുക്കൊരു പൂന്തോട്ടത്തിലേക്ക് പോയിട്ട് ഓരോ പൂവിനെയും ശ്രദ്ധയോടെ നോക്കാം. Can you identify the parts of flowers? നിങ്ങൾക്ക് പലതരം ഭാഗങ്ങൾ കാണുന്നില്ലേ? ഡു ഓൾ ഫ്ലവേഴ്സ് ഹാവ് പെറ്റൽസ്? എല്ലാ ഫ്ലവേഴ്സിനും ഇതളുകളുണ്ട്. പെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇതളുകൾ ഉണ്ടല്ലേ. വിച്ച് ഈസ് ദ പാർട്ട് ദാറ്റ് കണക്ട്സ് ഫ്ലവേഴ്സ് ടു ദ പ്ലാന്റ്? അതായത് ഈ പൂക്കളെ ചെടിയുമായി കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് പെഡിസെൽ. പെഡിസെൽ കണക്ട്സ് ഫ്ലവേഴ്സ് ടു ദ പ്ലാന്റ്. ഓക്കെ. അപ്പം നിങ്ങൾ ഈ പിക്ചറൊക്കെ കണ്ടല്ലോ, അവിടെ പ്ലാന്റ്സിനെയും ഫ്ലവേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു പാർട്ട് കണ്ടു. ആ പാർട്ടിന് പറയുന്ന പേരാണ് പെഡിസെൽ. ഡ്രോ എനി വൺ ഓഫ് ദ ഫ്ലവേഴ്സ് ആൻഡ് ലേബൽ ദ പാർട്സ് യു നോ. നിങ്ങൾക്കറിയാവുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ചെമ്പരത്തി പൂവിൻ്റെ പാർട്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് വായിച്ചു നോക്കാം. ആൻഡ്രോഷിയം, കൊറോള, ഗൈനേഷ്യം, കാലിക്സ്, തലാമസ്, പെഡിസെൽ. ഇത്രയാണ് ഒരു ഫ്ലവറിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഏതൊക്കെയാണ്? ആൻഡ്രോഷിയം, കൊറോള, ഗൈനേഷ്യം, കാലിക്സ്, തലാമസ്, പെഡിസെൽ. ഫ്ലവേഴ്സിൻ്റെ പാർട്സ് പരിചയപ്പെട്ടു. ഈ ഓരോ പാർട്സിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അതാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഈച്ച് പാർട്ട്? ഓരോ ഭാഗത്തിൻ്റെയും ഉപയോഗം എന്താണ്? വാട്ട് മേ ബി ദ യൂസ് ഓഫ് ദി പെഡിസെൽ? നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഒരു ഭാഗമാണ് പെഡിസെൽ. പെഡിസെലിൻ്റെ ആവശ്യം എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ. ആദ്യം തന്നെ പെഡിസെൽ എന്താ ചെയ്യുന്നത്? കണക്ട്സ് ദ ഫ്ലവർ വിത്ത് ദ പ്ലാന്റ്. പെഡിസെൽ കണക്ട്സ് ദ ഫ്ലവർ വിത്ത് ദ പ്ലാന്റ്. ചെടിയുമായി പൂക്കളെ യോജിപ്പിക്കുന്ന ഭാഗമാണ് പെഡിസെൽ. ഓക്കെ.
നെക്സ്റ്റ് ഗൈനേഷ്യം. ഗൈനേഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവേഴ്സ്. പൂവിലെ പെൺലിംഗാവയവമാണ് ഗൈനേഷ്യം. അതിന് 3 പാർട്സുകളുണ്ട്. ഏതൊക്കെയാണവ? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓക്കെ, പെഡിസൽ, ഗൈനേഷ്യം. ഇനി നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് തലാമസ്. തലാമസിൻ്റെ ഫങ്ഷൻ എന്താണ്? ഹോൾഡ്സ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഫ്ലവർ. ഒരു പൂവിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഹോൾഡ് ചെയ്യുന്ന ഭാഗമാണ് തലാമസ്. തലാമസ് ഹോൾഡ്സ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഫ്ലവേഴ്സ്. നെക്സ്റ്റ് കാലിക്സ്. കാലിക്സിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രൊട്ടക്ട് ദ ഫ്ലവർ വെൻ ഇറ്റ് ഈസ് എ ബഡ്. ബഡ് എന്ന് പറഞ്ഞാൽ എന്താ? മൊട്ട ആയിരിക്കുമ്പോൾ തന്നെ പൂക്കളെ സംരക്ഷിക്കുന്നു. ആ ഭാഗമാണ് എന്ത്? കാലിക്സ്. ഹോൾഡ്സ് പെറ്റൽ ആഫ്റ്റർ ഇറ്റ് ബ്ലൂംസ്. ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ വിരിയ. അതായത് പൂവ് വിരിഞ്ഞതിന് ശേഷം ആ ദളങ്ങളെ താങ്ങി നിർത്തുന്നതാണ് കാലിക്സ്. നെക്സ്റ്റ് ആൻഡ്രോഷ്യം. ആൻഡ്രോഷ്യം എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവേഴ്സ്. ഫ്ലവറിലെ ആ ലിംഗാവയവമാണ് ആൻഡ്രോഷ്യം. അതിന് 2 പാർട്ടുകളുണ്ട്, ആന്തർ ആൻഡ് ഫിലമെൻറ്റ്. ആൻഡ്രോഷ്യത്തിന് 2 പാർട്സ് ഉണ്ട്, ആന്തർ ആൻഡ് ഫിലമെൻറ്റ്. നെക്സ്റ്റ് കൊറോള. പ്രൊവൈഡ്സ് കളർ, ഫ്രാഗ്രൻസ്, അട്രാക്റ്റീവ്നെസ് ടു ദ ഫ്ലവർ. കൊറോള കാരണമാണ് ഒരു പൂവ് ഭംഗിയായി നമുക്ക് തോന്നുന്നത്. അതിന് എന്തൊക്കെ ചെയ്യുന്നത്? നിറവും മണവും ആകർഷകത്വവും നൽകുന്നത് ആരാണ്? കൊറോളയാണ്. അപ്പോൾ ഇത്രയാണ് ഒരു പൂവിൻ്റെ ഭാഗങ്ങൾ. ഇത് നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം. പെഡിസൽ, ഗൈനേഷ്യം, തലാമസ്, കാലിക്സ്, ആൻഡ്രോഷ്യം, കൊറോള. ഓക്കെ, ദ ലോങ്ങിറ്റ്യൂഡിനൽ സെക്ഷൻ ഓഫ് എ ഫ്ലവർ ഈസ് ഗിവൺ ബിലോ. ഒരു പൂവിനെ നെടുകെ മുറിച്ച ഒരു രൂപമാണ് ഇവിടെ കാണുന്നത്. ഓരോ ഭാഗവും അടയാളപ്പെടുത്തി അതിൻ്റെ ഫങ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിലെ ടേബിളിൽ നിന്ന് എല്ലാ ഫങ്ഷനും മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്ത പേജ് നോക്കാം. പേജ് 33. Where do fruits and seeds develop on a plant? ഒരു ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ ഉണ്ടാകുന്നത്? ഫ്ലവറിൽ നിന്നാണ്. What is the benefit of the formation of a seed for a plant? ഒരു പ്ലാന്റിന് ഒരു സീഡ് ഉണ്ടാകുന്നതിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണ്? സീഡ്ലിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. അതായത് ആ ചെടിയെ പോലുള്ള വേറൊരു ചെടി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വിത്ത് വേണം. അതുകൊണ്ടാണ്, അതായത് അതേപോലെയുള്ള വേറൊരു ചെടി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? സീഡ് വേണം. അതാണ് സീഡ് കൊണ്ടുള്ള പ്രയോജനം. വാട്ട് മേ ബി ദ ഫങ്ഷൻ ഓഫ് ഫ്ലവേഴ്സ് ദെൻ? അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കും? ടു റീറ്റെയിൻ ദെയർ ആൻസെസ്ട്രി, പ്രൊഡ്യൂസ് ദെയർ യങ്ങർ വൺസ്. അതായത് അതിന് വംശനാശം നശിച്ചു പോകാതിരിക്കാൻ അതിൻ്റെ പുതിയ തലമുറയെ ഉണ്ടാക്കുക എന്നതാണ് ഒരു പൂവിൻ്റെ ധർമ്മം. ഇനി നമുക്ക് ആ ടേബിൾ ഒന്ന് വായിച്ച് നോക്കാം. ഫ്ലവേഴ്സ്. യു നോ ദാറ്റ് ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഫ്രം ഫ്ലവേഴ്സ് ആൻഡ് സീഡ്ലിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. പൂക്കളിൽ നിന്നാണ് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത്. ഫ്രൂട്ട്സിൻ്റെ ഉള്ളിൽ ആ വിത്ത് മുളച്ചാണ് എന്തുണ്ടാവുന്നത്? ചെടി ഉണ്ടാവുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം പ്രൊഡ്യൂസ് ദെയർ യങ് വൺസ് ടു റീറ്റെയിൻ ദെയർ ആൻസെസ്ട്രി. അതായത് ഒരു ജീവിയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് റീപ്രൊഡക്ഷൻ. ഒരു ഫ്ലവേഴ്സിൽ നിന്ന് വേറൊരു ഫ്ലവർ ആവുന്നത് എങ്ങനെയാണ്? ആ പൂവിൻ്റെ ഉള്ളിൽ നിന്ന് കായുണ്ടാകുന്നു, കായ് ഉണങ്ങി വിത്ത് ശേഖരിക്കുന്നു, ആ വിത്തിൽ നിന്നാണ് പുതിയൊരു തൈ ഉണ്ടാകുന്നത്. അതാണ് ഫ്ലവേഴ്സിൻ്റെ ഫങ്ഷൻ. ഓക്കെ, ഫ്ലവേഴ്സ് പെർഫോം ദ ഫങ്ഷൻ ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. ഫ്ലവേഴ്സ് ആർ ദ റീപ്രൊഡക്റ്റീവ് ഓർഗാനിസംസ് ഇൻ പ്ലാന്റ്. അപ്പം പ്ലാന്റ്സിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഏത് മുഖേനയാണ്? ഫ്ലവേഴ്സിൽ കൂടെയാണ്. അപ്പോൾ ഒരു ഫ്ലവർ ഒരു പ്ലാന്റിനുണ്ടാക്കുന്ന യൂസേജ് മനസ്സിലായല്ലോ.
ഒരു പ്ലാന്റിന് ഒരു ഫ്ലവർ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഹൗ ഡസ് ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ ഒക്കർ ഇൻ എ ഫ്ലവർ? നമ്മളിപ്പോൾ പറഞ്ഞു ഫ്ലവേഴ്സ് മുഖേനയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അത് എങ്ങനെയാണ് നടക്കുന്നത് അത് നമുക്ക് ഇനി നോക്കാം. Now you are familiar with the important parts and function of a flower. നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? ഫ്ലവറിൻ്റെ പ്രധാന ഭാഗങ്ങളും പഠിച്ചു, അതിൻ്റെ ഫങ്ഷൻസും പഠിച്ചു. ഓക്കെ, now let us observe the flowers more closely. കുറച്ചുകൂടി പൂക്കളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് എന്ത് കാണാം? മോസ്റ്റ് ഓഫൻ ദ പോളൻ ഓഫ് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ഓൺ ടു അവർ ഹാൻഡ്സ്. നമ്മുടെ കയ്യിലൊക്കെ ഒരു ചെറിയൊരു പൊടി പോലുള്ള ഒരു സാധനം കാണാം. നമ്മൾ ഫ്ലവേഴ്സ് ചെമ്പരത്തി പൂവൊക്കെ പിടിച്ചാലും നമുക്ക് കാണാം അതിൻ്റെ അറ്റത്തൊരു പൊടി പോലൊരു സാധനം. അതിന് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ എന്താ കാണാം? പ്ലേസ് ദ pollen on a slide and observe it through a microscope. Pollens are also known as pollen grains. ഇതിനെ പറയുന്ന പേരാണ് pollen grains. Okay, take a flower and observe its androecium and gynoecium using a hand lens. Don't you see parts given below? നമ്മൾ ഒരു പൂവിനെ എടുത്ത് അതിൻ്റെ അറ്റത്തിലുള്ള ആ പൂമ്പൊടി നിരീക്ഷിച്ചാൽ നമുക്ക് കാണുന്ന സംഭവങ്ങളാണ് ഇത് ഈ ഫോട്ടോയിൽ കാണുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഗൈനേഷ്യത്തിന് ആൻഡ്രോഷ്യത്തിനും പല പല പാർട്സ് ഉണ്ട്. ഗൈനേഷ്യം എന്ന് പറയുന്നത് 4 പാർട്സ് ഉണ്ട്: സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഓവ്യൂൾ. എഗ് ഈസ് സീൻ ഇൻ ദ ഓവ്യൂൾ ഇൻസൈഡ് ദ ഓവറി. അതേപോലെ തന്നെ ആൻഡ്രോഷ്യത്തിന് 2 പാർട്സ് ഉണ്ട്: ആന്തർ, ഫിലമെൻറ്റ്. ഓക്കെ, ഗൈനേഷ്യം, സിഗ്മ, സ്റ്റൈൽ, ഓവറി, ഈ 3 എണ്ണം കൂടിയിട്ടാണ് ഗൈനേഷ്യം ഉണ്ടാകുന്നത്. ആന്തർ ആൻഡ് ഫിലമെൻറ്റ് കൂടിയിട്ടാണ് ആൻഡ്രോഷ്യം ഉണ്ടാകുന്നത്. പേജ് നമ്പർ 34. ഇൻസൈഡ് ദ ഫ്ലവർ. പൂവിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്സർവ് ദ ഫ്ലവേഴ്സ് ഓഫ് പംകിൻ, ക്യുക്കംബർ, ഹിബിസ്കസ്, ബിറ്റർഗോഡ്, ഇക്സോറ, ക്ലിറ്റോറിയ, ഫ്രാഗ്നിപ്പാനി ആൻഡ് സ്നേക്ക് ഗോഡ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. ഒരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് ഇവയൊക്കെ നോക്കുക. പംകിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മത്തൻ. ക്യുക്കംബർ വെള്ളരി, ഹിബിസ്കസ് ചെമ്പരത്തി, ബിറ്റർഗോഡ് പാവൽ, ഇക്സോറ എന്ന് പറയുന്ന തെച്ചി, ക്ലിറ്റോറിയ ശംഖുപുഷ്പം, ഫ്രാങ്കിപ്പാനി എന്ന് പറഞ്ഞാൽ ചെമ്പകം, സ്നേക്ക് ഗോഡ് എന്ന് പറഞ്ഞാൽ പടവലം. ഇവയൊക്കെ നിരീക്ഷിച്ച് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ ഒലിയാൻഡർ, അരളിപ്പൂ എന്ന് പറയും, അതിനെ നോക്കിയാൽ അതിൽ 2 ആൻഡ്രോഷ്യം ഉണ്ട്, ഗൈനോഷ്യം ഉണ്ട്. നെക്സ്റ്റ് പംകിനിൽ നോക്കിയാൽ ഒന്നിൽ ആൻഡ്രോഷ്യം ഉണ്ട്, അപ്പുറം ഉള്ളത് പംകിൻ്റെ ഫ്ലവർ തന്നെയാണ്, അതിൽ ഗൈനോഷ്യം ഉണ്ട്. അതായത് ഇതിൽ 2 പൂക്കളിലാണ് ഇത് കാണുന്നത്. എന്നാൽ ഒലിയാൻഡറിൽ ഇത് രണ്ടും ഒരു പൂവിൽ തന്നെ കാണുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ബിറ്റർഗോഡ് നോക്കിയാൽ ആൻഡ്രോഷ്യം ഒരു ഫ്ലവറിലും ഗൈനേഷ്യം വേറൊരു ഫ്ലവറിലും ആണ് കാണുന്നത്. ക്ലിറ്റോറിയ ശംഖുപുഷ്പം, ശംഖുപുഷ്പത്തെ നോക്കിയാൽ ഗൈനേഷ്യവും ആൻഡ്രോഷ്യവും ഒരു ഫ്ലവർ തന്നെയാണ് കാണപ്പെടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആൻഡ്രോഷ്യവും ഗൈനേഷ്യവും ഒരു ഫ്ലവേഴ്സിൽ തന്നെ കാണപ്പെടുന്ന ഫ്ലവേഴ്സും ഉണ്ട്. ആൻഡ്രോഷ്യവും ഗൈനേഷ്യവും വേറെ വേറെ ഫ്ലവേഴ്സിൽ കാണപ്പെടുന്ന ചെടികളുമുണ്ട്. 2 തരം ചെടികളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇതനുസരിച്ച് നമുക്ക് ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫൈ ദ ഫ്ലവേഴ്സ് യു ഹാവ് ഒബ്സർവ്ഡ് ആസ് ഇൻഡിക്കേറ്റഡ് ബിലോ. ഇത് അനുസരിച്ച് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഫ്ലവേഴ്സ് ഹാവിങ് ബോത്ത് ആൻഡ്രോഷ്യം ആൻഡ് ഗൈനോഷ്യം, അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് ബൈസെക്സൽ ഫ്ലവേഴ്സ്. ഓക്കെ, ആൻഡ്രോഷ്യം ആൻഡ് ഗൈനോഷ്യം ഇൻ സെപ്പറേറ്റ് ഫ്ലവേഴ്സ്, അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് യൂണിസെക്സൽ ഫ്ലവേഴ്സ്. അപ്പോൾ 2 തരം ഫ്ലവേഴ്സ് ഉണ്ട്: ബൈസെക്സൽ ഫ്ലവറും യൂണിസെക്സൽ ഫ്ലവേഴ്സും. ബൈസെക്സൽ ഫ്ലവേഴ്സിൽ ആൻഡ്രോഷ്യവും ഗൈനേഷ്യവും ഉണ്ടാകും, രണ്ടും ഒരു ഫ്ലവറിൽ ഉണ്ടാകും. എന്നാൽ യൂണിസെക്സൽ ഫ്ലവേഴ്സിൽ ആൻഡ്രോഷ്യവും ഗൈനേഷ്യവും വേറെ വേറെ ഫ്ലവേഴ്സിലോട് കാണാം, ഏതെങ്കിലും ഒന്നിൽ കാണുള്ളൂ. അതിന് കുറച്ച് എക്സാമ്പിളാണ് ഒലിയാൻഡർ, ക്ലിറ്റോറിയ, ബ്രിഞ്ചാൾ, ടൊമാറ്റ. ഇവയൊക്കെ ബൈസെക്സൽ ഫ്ലവേഴ്സിന് എക്സാമ്പിളാണ്. യൂണിസെക്സൽ ഫ്ലവേഴ്സിന് എക്സാമ്പിളാണ് ബിറ്റർഗോഡ്, പംകിൻ, വാട്ടർമെലൺ. വാട്ട് ഇൻഫറൻസ് ക്യാൻ ബി ഡ്രോൺ ബൈ എക്സാമിനിങ് ദ ടേബിൾ. ഈ ടേബിളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്?
നമ്മൾ നേരത്തെ പറഞ്ഞു. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. Flowers that have only androecium are male flowers and those with only gynoecium are female flowers. ആൻഡ്രോഷ്യම් മാത്രമുള്ള ഫ്ലവേഴ്സ് എന്താണ്? ആൺപൂവാണ്. ഗൈനേഷ്യം മാത്രമുള്ള ഫ്ലവേഴ്സ് എന്താണ്? ഫീമെയിൽ ഫ്ലവേഴ്സാണ്, പെൺപൂവാണ്. ആൺപൂവുമുണ്ട് പെൺപൂവുമുണ്ട്. Pumpkin, cucumber, bitter gourd, snake gourd, ash gourd, coconut and arecanut trees have both male and female flowers. രണ്ട് ഫ്ലവേഴ്സും, അതായത് മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും, ആൺപൂവും പെൺപൂവുമുള്ള പ്ലാന്റ്സ് ആണ്. ഏതൊക്കെ? പംകിൻ, കുക്കമ്പർ, ബിറ്റർ ഗോഡ്, സ്നേക്ക് ഗോഡ്, ആഷ് ഗോഡ്, കോക്കനട്ട് ആൻഡ് അർക്കാനട്ട്. രണ്ട് തരം ഫ്ലവേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ബൈസെക്സ്വൽ ഫ്ലവേഴ്സും and unisexual flowers. Okay.